ഡോക്ടർ ജയരാജ്, ലീഡേഴ്സ് ഓർ ഡീലേഴ്സ്? ഇപ്പോൾ ഡീലേഴ്സാണ് എന്ന് പറഞ്ഞത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയാണ്. തള്ളിക്കളയാൻ പറ്റുമോ? ഇത്രയും കേട്ടതിൽ നിന്ന് എന്താണ് താങ്കൾ അനുമാനിക്കുന്നത്? ഇതിനകത്ത് ഈ സംഭവം നടക്കുന്ന ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് 5 വർഷം പഴക്കമുള്ള അല്ലെങ്കിൽ 3 വർഷം പഴക്കമുള്ള ഒരു വീഡിയോ റെക്കോർഡിങ്, 5 വർഷം പഴക്കമുള്ള ഒരു ടെലിഫോൺ സംഭാഷണം, ഇതൊക്കെ എടുത്തിട്ടാണ് ആളുകൾ കൊണ്ടുവന്നിട്ട് ന്യൂസ് ഉണ്ടാക്കുന്നത്. കാര്യം പ്രത്യേകിച്ച് ന്യൂസൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, സർക്കാരിനെതിരെ പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതോ ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ മനഃപൂർവ്വം ശ്രമിക്കുന്നതാണോ എന്ന് സംശയമില്ലാതെയില്ല. അപ്പോൾ എന്തായാലും ഈ VP ശിവപ്രസാദും പിന്നെ മറ്റേ പയ്യനുണ്ടല്ലോ നിബിൻ ശ്രീനിവാസനും തമ്മിൽ നടക്കുന്ന ഒരു ഫോൺ സംഭാഷണം, ഈ സമയത്ത് ഈ TP ശ്രീനിവാസൻ ഈ VP ശരത് പ്രസാദ് എന്ന് പറഞ്ഞ ആൾ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഒന്നും ആയിരുന്നില്ല. അയാളൊരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി പോലും ആയിരുന്നില്ല. അയാൾ സാധാരണ ഒരു ഡിവൈഎഫ്ഐ മെമ്പറായിരുന്ന സമയത്താണ് ഈ സമയം നടക്കുന്നത്, ഈ ഡിസ്കഷൻ നടക്കുന്നത്. ആ സമയത്ത് MK കണ്ണൻ CMPയിലായിരുന്നു. MK കണ്ണൻ കുറേ ഒരു ഷോർട്ട് സ്റ്റിൻ്റ് ഓഫ് CMP കഴിഞ്ഞിട്ടാണ് പിന്നീട് CPMലോട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ CMPയിലുണ്ടായിരുന്ന സമയത്ത് ഇദ്ദേഹം എന്തെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഉത്തരം പറയേണ്ടുന്നത് UDF ആണ്. എന്തായാലും CPMയിലായിരുന്ന MK കണ്ണൻ, കൊള്ളക്കാരനായിരുന്ന കണ്ണൻ CPMലേക്ക് വന്നതോടുകൂടി അദ്ദേഹം വിശുദ്ധനായി അല്ലേ? തീർച്ചയായിട്ടും, യാതൊരു സംശയമില്ല. കാര്യം ഇതിനകത്ത് നിന്നുകൊണ്ട് കള്ളത്തരം കാണിക്കാൻ പറ്റത്തില്ല, കൃത്യമായിട്ട് പിടിക്കും. പിന്നെ EP ജയരാജന്റെ പേരെടുത്തെടുത്ത് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? EP ജയരാജൻ അവിടെ ഒരു വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് വന്നതുകൊണ്ടാണ് EP ജയരാജൻ്റെ ഇടപെടലുകൾ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായതെന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതുകൊണ്ടാണ് EP ജയരാജൻ്റെ പേര് എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുന്നത്. ഇപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരുവന്നൂർ കേസുകളാണെങ്കിലും മറ്റ് ബാങ്കുകളുടെ കേസുകളാണെങ്കിലും ഈ മറ്റേ നിബിൻ ശ്രീനിവാസൻ പറയുന്ന ബാങ്കിൻ്റെ കേസുകളൊക്കെ ആണെങ്കിലും ഇത് കുറേ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചതിന് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ അവർ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കാൻ വെച്ചിരുന്ന പൈസ വിവിധ ബാങ്കുകളിൽ നിക്ഷേപിച്ചത് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. AC മൈദീൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ഒരു 60-70 പേരുടെ പേര് കേസിൽ പ്രതിയാണ് തൃശ്ശൂരിലെ പാർട്ടി. കേജ്രിവാളിനെയൊക്കെ പ്രതിപട്ടികയിലുണ്ട്. കാരണങ്ങൾ പറഞ്ഞ് പ്രതിപട്ടികയിൽ മൊയ്തീനുണ്ട്, രാധാകൃഷ്ണനുണ്ട്, അല്ലെങ്കിൽ CPM ഉണ്ട്. അത് തന്നെ ഞാൻ ജില്ലാ കമ്മിറ്റി പ്രതിസ്ഥാനത്തുണ്ട്. വക്കീലേ, ക്ഷമിക്കണം ഡോക്ടറെ, അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിപ്പോ ആർക്ക് വേണമെങ്കിലും അങ്ങനെ ചെയ്യാമല്ലോ. കാരണം കേന്ദ്രം ഇപ്പോൾ CBI കൂട്ടിലിട്ട തത്തയാണെന്ന് പറയുന്ന കണക്കല്ല ED കേന്ദ്ര ഏജൻസികൾക്ക് സ്വർണ്ണക്കടത്തിൻ്റെ കേസിൽ കയറി ഇറങ്ങി നടന്നല്ലോ. എന്നിട്ടെന്താ ആരെങ്കിലും ഒരാളെങ്കിലും ശിക്ഷിച്ചു? ആകപ്പാടുള്ള ഒരു ബലിയാടായിട്ട് അതിനകത്ത് അവശേഷിച്ചത് മറ്റേ ഇങ്ങനെയായിരുന്നു, മറ്റേ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരനായിരുന്നു. അല്ലാതെ വേറെ ആരും ശിക്ഷിച്ചില്ല, ഒരു നടപടി എടുത്തില്ല. പിന്നെ EDക്കകത്ത് അഴിമതിക്കാരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്വേഷിക്കേണ്ടത് കേന്ദ്രത്തിൻ്റെ ചുമതലയാണ്. കേന്ദ്രത്തിൻ്റെ ചുമതല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് കൊല്ലത്തുള്ള ഒരു മുതലാളിയുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈക്കൂലി മേടിച്ചതിൻ്റെ പേരിൽ ED ഡയറക്ടറിനെതിരെയാണ് കേസ് പോയിരിക്കുന്നത്. അങ്ങനെ ED തന്നെ, അതായത് വേലി തന്നെ വിളവ് തിന്നുന്നു, അല്ലെങ്കിൽ ചങ്ങലയ്ക്ക് ഫ്രാഞ്ച് പിടിച്ചു എന്ന് പറയുന്നുള്ള രീതിയിലുള്ള അവസ്ഥയാണ് നോർത്തിൽ നിന്ന് വരുന്നുള്ള ED അല്ലെങ്കിൽ ഫെറ വയലേഷൻ അന്വേഷിക്കാൻ വരുന്നവർ. ഡോക്ടർ ജയരാജ്, താങ്കൾ പറഞ്ഞു വരുന്നത് CPM നേതാക്കന്മാർ ഒക്കെ വിശുദ്ധരാണ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. അവരെ കമ്മീഷൻ വാങ്ങാറില്ല, അവർ കൊള്ളയടിക്കാറില്ല, അവർ മോഷണം നടത്താറില്ല, അവരാരെയും സമ്മർദ്ദം ചെലുത്തി പണം പിടുങ്ങാറില്ല എന്നൊക്കെയാണ്. വിശുദ്ധന്മാരാണ്, ക്ലീൻ ചിറ്റാണ് കൊടുത്തിരിക്കുന്നത് ഡോക്ടർ ജയരാജ്. അങ്ങനെയല്ല, ഞാൻ പറയട്ടെ, ഞാൻ ക്ലീൻ ചിറ്റിൻ്റെ കാര്യം പറയട്ടെ. അതിനു മുമ്പ് വളരെ ഇപ്പോൾ ഡിവൈഎഫ്ഐയിലോട്ടൊക്കെ വരുന്ന സമയത്ത് ഞാനുമൊക്കെ ചർച്ച ചെയ്യുന്നത് പാർട്ടി നേതാക്കന്മാരുടെ കാര്യങ്ങൾ പല രീതിയിൽ ഇതുപോലെ അന്ന് ഫോണും സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നേരിട്ട് കാണുമ്പോൾ അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഒരുപാട് ഗോസിപ്പുകൾ ഇങ്ങനെ പടരും. കാര്യം ഇതെല്ലാം ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണല്ലോ. ഇന്ന നേതാവ് എങ്ങനെ, ഇപ്പോൾ BJPയിൽ എടുത്തു കഴിഞ്ഞാൽ BJPയിൽ ഒരുപാട് നേതാക്കന്മാരെ കുറിച്ച് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നമുക്ക് ഇതൊരു പരദൂഷണമായിട്ട് ഒതുക്കണ്ട. കാരണം നോക്കൂ ശ്രീ ജയരാജ്, അത് കൃത്യമായിട്ട് പേരുകൾ എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ നേതാക്കന്മാരുടെ പേര് വരണ്ടേ? ഇത് കൃത്യമായിട്ട് പേരെടുത്ത് പറയുന്നുണ്ട്. വർഗീസ് കണ്ണംകുളത്തി വരുന്നുണ്ട്, അതുപോലെ MK കണ്ണൻ വരുന്നുണ്ട്, പിന്നെ AC മൊയ്തീൻ വരുന്നുണ്ട്, അനൂപ് ഡേവിസ് കാട വരുന്നുണ്ട്. ഇവരെല്ലാം അറിയപ്പെടുന്ന കൊള്ളക്കാരാണെന്ന് തൃശ്ശൂരിലുള്ള പാർട്ടിക്കാർക്ക് അറിയാമെന്നേ. എല്ലാ നേതാക്കന്മാരും കൊള്ള നടത്തുന്നു പറയുന്നില്ല, ചിലരുടെ പേര് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. ഡിവൈഎഫ്ഐക്കാർക്ക് അറിയാമെങ്കിൽ
അതിനുശേഷം ഇയാൾ നടത്തിയ പ്രതികരണം എന്താണ്? ഈ ശരത്ത് നടത്തിയ പ്രതികരണം എന്താണ്? ശരത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല, ശരത്ത് പറഞ്ഞതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതെല്ലാരും അങ്ങനെയല്ലേ പറയുള്ളൂ. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയല്ലേ പറയുള്ളൂ. ഡോക്ടർ ജയരാജ്, താങ്കൾ നാളെ അങ്ങനെയല്ലേ പറയുള്ളൂ. ഞാൻ പറഞ്ഞിട്ടില്ല, കൃത്രിമമായി ഉണ്ടാക്കിയതാണ് ശബ്ദരേഖ. ഇതൊക്കെ എല്ലാരും പറയുന്ന കാര്യമല്ലേ, നിങ്ങൾ ഇതൊന്നും വിശ്വാസത്തിലെടുക്കാതെ. ഇല്ല, അങ്ങനല്ല. ഇപ്പൊ എന്റെ ഒരു വോയിസ് ഇപ്പൊ ഇത് ഈ പറഞ്ഞ കണക്കോലെ ഈ പറയുന്ന കണക്കോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ. രാഹുൽ മാങ്കൂട്ടം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്റെ വോയിസ് അല്ല അതെന്ന്. അതെ, രാഹുൽ മാങ്കൂട്ടം ഇതുവരെ പറഞ്ഞ് നിഷേധിച്ചിട്ടില്ല എന്റെ വോയിസ് അല്ല അത് എന്ന് ഇതുവരെ നിഷേധിച്ചിട്ടില്ല. അയാൾ അത് അംഗീകരിച്ചിട്ടുണ്ട്, അയാൾ തന്നെ പറഞ്ഞതാണെന്നുള്ള കാര്യം അണ്ടർസ്റ്റുഡ് ആണ്. അയാൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ ശരത്ത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? 5 വർഷം മുമ്പ് നടന്ന കാര്യമാണ്, എൻ്റെ ഡിസ്കഷനാണ്. ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചർച്ചയായിട്ട് വരാറുണ്ട്, സമ്മേളനങ്ങളിൽ ചർച്ചയായിട്ട് വരാറുണ്ട്. DYFIയുടെ സമ്മേളനങ്ങളിൽ ഏറ്റവും വലിയ പോളിറ്റ് ബ്യൂറോ മെമ്പർ, ഇപ്പം ഉദാഹരണത്തിന് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് DYFI പ്രവർത്തിക്കുന്ന സമയത്ത് അന്നത്തെ പോളിറ്റ് ബ്യൂറോ സെക്രട്ടറിയും ഭാര്യയും എല്ലാം കൂടെ അവരുടെ വെക്കേഷൻ ചെലവഴിക്കാൻ വേണ്ടി ആൽപ്സ് പർവ്വത നിരകളിലാണ് പോകുന്നത്. ഇത്രായിരം കോടി രൂപയുടെ അസറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടി സഖാക്കൾ ചർച്ച ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അവരുടെ ഒരു തെറ്റായ ധാരണകളും കേട്ടിട്ടില്ലാത്ത ഇല്ലാത്ത കാര്യങ്ങളും ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പോഴത്തെ നേതാക്കന്മാരൊക്കെ വിദേശത്താണല്ലോ പോകുന്നത്, അത് കറക്ഷനിലൂടെ മുന്നോട്ട് പോകുന്നത്. ചികിത്സയ്ക്ക് മാത്രമല്ല അവരുടെ അവധിക്കാലം ആസ്വദിക്കാൻ വിദേശത്തേക്കല്ലേ പോകുന്നത്. നമ്മുടെ ഗോവിന്ദ മാഷൊക്കെ കൊട്ടു സൂട്ടൂട്ടൊക്കെ പോയത്, ഭാര്യാസമേതം കുടുംബസമേതമൊക്കെ പോയത് കണ്ടതല്ലേ UK. അതിലും ആരുടെ അടുത്താണ് പോയത്? അവിടെ ഒരു കൊള്ളക്കാരനുണ്ട്, ആ കൊള്ളക്കാരൻ്റെ വീട്ടിലാണ് താമസിച്ചത്. ഇതെല്ലാം പുറത്തു വന്നതല്ലേ. എവിടെ പോയെന്നാ? ആ രാജേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയില്ലേ, നിങ്ങളിപ്പോ നിങ്ങളുടെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? പാർട്ടി കോൺഗ്രസിൽ പങ്കെടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അശോക് ദാവളെ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇറക്കി വിട്ടില്ലേ? അയാളുടെ വീട്ടിലാണ് പോയി താമസിച്ചത്. 2 വർഷം രാജ്യം മുഴുവൻ ചുറ്റി നടക്കുന്ന ശ്രീ നരേന്ദ്രമോദി 2 വർഷം എടുക്കേണ്ടി വന്നു. 2 വർഷം എടുക്കേണ്ടി വന്നു മണിപ്പൂരിൽ നിന്ന് വിസിറ്റ് ചെയ്യാൻ. ഇന്നാണ് വിസിറ്റ് ചെയ്ത പൊട്ടിക്കരയുന്ന പിള്ളേരുടെ മുന്നിൽ നിന്നുള്ള ഇന്റർവ്യൂ എടുത്തു. മണിപ്പൂർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിൽ ലോകം മുഴുവൻ ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. കരഞ്ഞു പിടിച്ച് നടന്നവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയല്ലോ. അവിടെ വെറുതെ പോയതല്ല. മണിപ്പൂരിന്റെ വികസനത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി അത് നടക്കില്ല. അങ്ങനെ നമ്മൾ CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂർ ഒരു ക്ലോസ് ചാപ്റ്റർ ആണ്. 5 വർഷം മുമ്പ് 5 വർഷം ഞാനതല്ലേ പറയുന്നത്. ED ഉണ്ടല്ലോ, CBI ഉണ്ടല്ലോ, അന്വേഷണം നടത്തട്ടെ, പ്രതികളെ കൊണ്ടുവന്ന് ഇവരെ റെക്ടിഫൈ ചെയ്യട്ടെ. അതിനകത്ത് അഴിമതിക്കാരുള്ള ഉദ്യോഗസ്ഥരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ മാറ്റിയിട്ട് നല്ല ഉദ്യോഗസ്ഥരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കട്ടെ. കള്ളനാണയങ്ങളുണ്ട്. സെൻട്രൽ ഏജൻസി ആയതുകൊണ്ട് അവരെല്ലാം സത്യസന്ധരായിരിക്കണമെന്നില്ല. കള്ളനാണയങ്ങളുണ്ട്. അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ ഒത്താശയോടുകൂടി ഇത്തരം കേസ് അന്വേഷണങ്ങൾ അട്ടിമറിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. അതൊക്കെ പുറത്തു വരും. ഡോക്ടർ ജയരാജ്, ഇപ്പോൾ ഇവരൊക്കെ വിശുദ്ധന്മാരാണെന്നൊന്നും ആരും പറയുന്നില്ലല്ലോ. കൃത്യമായിട്ട് ഇവർ പ്ലാൻ ചെയ്ത് ആസൂത്രണം നടത്തി ചില അട്ടിമറികൾക്ക് കൂട്ട് നിന്നിട്ടുണ്ട് എന്നത് വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. ഡോക്ടർ ജയരാജ്, യെസ്, അതിലും അന്വേഷണം വേണം.